താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കേസിലെ പ്രതികളായ UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഇവരുടെ ഇടക്കാല ജാമ്യം തുടരും. ചൊവ്വാഴ്ച പ്രാഥമിക വാദം കേട്ട ശേഷമാണ് കേസ് മാറ്റിയത്. മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദ്രയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ബലമായി പിടിച്ചെടുത്ത് കോതമംഗലം ടൗണിൽ നടുറോഡിൽ വെച്ച് പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് UDF നേതാക്കൾക്കും കാഞ്ഞിരവേലി സ്വദേശികൾക്കും എതിരെയുള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്തവർക്ക് തിങ്കളാഴ്ച രാത്രി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. സ്ഥിരം ജാമ്യം നൽകുന്നത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച 2 തവണ കോടതി കേസെടുത്തു. പ്രതികളും കോടതിയിൽ ഹാജരായി. പ്രാഥമിക വാദത്തിന് ശേഷമാണ് ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിയത്. ജാമ്യാപേക്ഷയെ എതിർത്ത പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നും വാദിച്ചു. ജനവികാരമാണ് പ്രകടമായതെന്നും കള്ളക്കേസാണെന്നും അനാവശ്യ വകുപ്പുകൾ ചുമത്തിയെന്നുമാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. പ്രതിഷേധവും അക്രമവും സംബന്ധിച്ച വിവിധ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാകും കോടതിയുടെ വിധി. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പ്രതികൾ ജയിലിൽ പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും 2 ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി 2 ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ 2 പേരുടെയും പേരിൽ 2 ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ 2 ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാജി വർഗീസ്, ബേസിലം ഷാജു, മത്തായി കോട്ടക്കുന്നേൽ, വിൽസൺ ചുള്ളപ്പള്ളിത്തോട്ടം, അനസ് മീരാൻ, റീന ജോഷി, കാഞ്ഞിരവേലി സ്വദേശികളായ മുകളേൽ MV ദീപു, നടുക്കുടിയിൽ NX ബിനു, ചിറക്കൽ CR അനു, കാട്ടുചിറ എൽദോസ് മത്തായി, തെക്കേ വീട്ടിൽ TT പ്രസാദ്, മാറാച്ചേരിൽ എൽദോസ് ജോസഫ് എന്നിവരാണ് ഇടക്കാല ജാമ്യം ലഭിച്ചവർ. കോൺഗ്രസ് നേതാക്കളായ നോബിൾ ജോസഫ്, സൈജൻ ചാക്കോ, ജെയ്മോൻ ജോസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടാലറിയാവുന്ന 80 പേർക്കെതിരെയും കേസുണ്ട്. പോലീസിനെതിരെ കയ്യേറ്റം, ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മൃതദേഹത്തോടുള്ള അനാദരവ് തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെയുള്ളത്. ചൊവ്വാഴ്ച അറസ്റ്റിലായ 3 പേർക്കെതിരെ പോലീസ് വാഹനം തകർത്ത കുറ്റവും ചുമത്തിയിട്ടുണ്ട്. KCV ന്യൂസ്, കോതമംഗലം.